എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് രോഗിയാകുവാൻ കഴിയത്തില്ല. എനിക്ക് ദിവ്യാരോഗ്യവും ദീർഘായുസ്സും എനിക്കുണ്ട്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് ചെയ്യുന്നു. സംശയങ്ങളൊക്കെ കൃപയാൽ തീർക്കുവാൻ ഇടയായി തീർന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഡൗട്ടുകൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇനിയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെയും ക്ലിയർ ആകാൻ ഇടയായി തീരും. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് ലൈവിൽ പലരും കയറട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. തുടർമാനമായിട്ട് നമ്മുടെ മീറ്റിങ്ങുകൾ അറിയാമല്ലോ, ഫെബ്രുവരിയിൽ നടക്കുന്നുണ്ട്. 20, 22, 20 ഡേറ്റ് എപ്പോഴും മാറിപ്പോല്ലേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 18, 20, 24 നടക്കുന്ന മീറ്റിങ്ങുകളിലേക്ക് നിങ്ങൾ പങ്കുചേരുക. നമ്മുടെ എറണാകുളത്തുള്ള ഹോളിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എറണാകുളംകാരും കൊല്ലംകാരും കോട്ടയംകാരും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആകണം. നമ്മുടെ സഹോദരന്മാർ മെസ്സേജ് അയക്കും, അപ്പോൾ നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. അവിടെ നമ്മൾ ഓഡിറ്റോറിയങ്ങളാണെങ്കിൽ ഓഡിറ്റോറിയം, അതിനാണെങ്കിൽ എല്ലാ ക്രമീകരണം വേണം. ഏകദേശം ഇപ്പം എനിക്ക് തോന്നുന്നത് കണക്ക് പ്രകാരം എറണാകുളത്ത് നമ്മളൊരു 500 പേരുടെ കണക്ക് വെച്ചാണ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹോൾ ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റ് കണക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഹോളുകൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കറിയാമല്ലോ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അവർ റീഫണ്ട് ഒന്നും തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ ക്രിസ്തുവിൽ വളരെ അടുത്തൊരു വളർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ട്, ഈ കൂട്ടായ്മ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ആമേൻ. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്നോട് ആ സാക്ഷ്യം പറഞ്ഞ ആ സഹോദരൻ, ഇന്നലെ തമിഴ്നാട്ടിലുള്ള ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് തളർന്നു കിടന്ന വ്യക്തി എണീറ്റു എന്ന് പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ ആ വ്യക്തി ഇന്ന് പ്രാർത്ഥനയിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് ആ വ്യക്തി മാത്രം ഒന്ന് പ്രതികരിച്ച്, വേറെ ആരും മ്യൂട്ട് മാറ്റി പറയരുത്. ആ സഹോദരനുണ്ടോ? നിൻ്റെ അത് സഹോദരനാണോ സഹോദരി എന്ന് എനിക്ക് ഓർക്കുന്നില്ല. ലാസ്റ്റ് പറഞ്ഞ സാക്ഷ്യത്തിൽ ഇന്ന് കയറണം. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ പ്രാർത്ഥന വെച്ചിട്ട് നേരത്തെ തുടങ്ങിയതുകൊണ്ട് മിസ്സായെന്ന് എനിക്കറിയത്തില്ല. ഇന്നുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ആ സാക്ഷ്യത്തിൽ നിന്നും എനിക്കൊന്ന് ആരംഭിക്കണമെന്ന് പറയുന്നത് വചനം. ആളുണ്ടോ ഇന്ന് ഇതിൻ്റെ അകത്ത്? ഇന്ന് എത്തിയിട്ടില്ല. ഓക്കെ, എത്ര പേര് ആ സാക്ഷ്യം കേട്ടു? ഞാൻ ആ ലൈവിൽ ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിടുന്നു. ഞാൻ ഇന്നത് എഡിറ്റ് ഉണ്ട്. ആളുണ്ടോ? ഒരു മിനിറ്റ്. അതല്ല, കിടന്ന ഒരാൾ ഇന്ന് ആ സഹോദരൻ നിഷ അതാണോ വന്നേക്കുന്നത് ഇപ്പോൾ പറയാൻ? ആളാണോ? ഞാൻ ഓർത്തില്ല കേട്ടോ, സഹോദരനാണോ സഹോദരനെ ശ്രദ്ധിച്ചില്ല ആരാ പറഞ്ഞത്, അതുകൊണ്ടാട്ടോ. അപ്പം ഓക്കെ, ഞാൻ ആ സഹോദരിയെ മാത്രം ഒന്ന് മ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ സഹോദരി ഇന്നലെ പറഞ്ഞ സാക്ഷ്യം നമ്മൾ കേട്ടായിരുന്നു. തളർന്നു കിടന്നൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആ കുടുംബത്തെ ആ വ്യക്തി ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു ഒരു ക്വസ്റ്റ്യൻ, ഇന്നലെ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ചോദിച്ചായിരുന്നു, എങ്ങനെയാണ് പ്രാർത്ഥിക്കുവാൻ ഒരു ധൈര്യം കിട്ടിയത്? അപ്പോൾ ആ സഹോദരിയുടെ മാത്രം ഒന്ന് തോമസ് ഫാദറെ ഒന്ന് ആ സഹോദരൻ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. ആ സഹോദരൻ നിഷ അങ്ങനെ എന്തല്ല പേര് കണ്ടേ? 2 നിഷമാരുണ്ട് ലോകത്തിൽ, ഏത് നിഷയാ? മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. എന്നാ ഒന്ന് പറഞ്ഞ്, എങ്ങനെയാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യം കിട്ടിയത്? അല്ല, അവർക്ക് ഒരു 58 വയസ്സുണ്ടാകും. ഒരു 10 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റ് ആയി 2 കാലും മുറിഞ്ഞ് 25 ലക്ഷം കൊടുത്ത് അല്ല സോറി, ഞാൻ ഒരു ഡൗട്ടാണ്, ഒരു സംശയം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. വേറൊന്നുമല്ല, അടുത്തൊരു വചനത്തിലേക്ക് നമുക്ക് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എവിടുന്ന് ഒരു ധൈര്യം കിട്ടിയത്? ആണ് ബ്രദറോട് വചനങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞു പലപ്പോഴും അവരുടെ ഇടയ്ക്ക് വിളിച്ച് പ്രാർത്ഥിക്കലുണ്ട്.
ഈ 7 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ 3 ദിവസം അവർക്ക് ഒന്നും അറിഞ്ഞില്ല. 4-ാം ദിവസം ഒരു തരിപ്പ് വന്നു, 2 കാലിലും വന്നു. പിന്നെ ആമേൻ. 5-ാം മതി സിസ്റ്ററെ. ദിവസം പ്രാർത്ഥിക്കും. മതി സിസ്റ്റർ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. അപ്പം നമ്മൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പോൾ സഹോദരി പറഞ്ഞു കേട്ടില്ല, സഹോദരി നമ്മുടെ കൂട്ടായ്മയിൽ വന്നിട്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് വലിയ നിസ്സാര കാര്യം. ഞാൻ ആ സാക്ഷ്യം എടുത്തു പറയാൻ കാരണം, തളർന്നു കിടന്ന വ്യക്തിയാണ്. തളർന്നു കിടന്ന വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ഒരു വ്യത്യാസം, അതിനുശേഷം കാലിന്മേൽ ഒരു തരിപ്പുണ്ടായി, അതിനുശേഷം പിന്നെ ഒരു വ്യത്യാസമുണ്ടായി. അതിനുശേഷം പറഞ്ഞവർ തന്നെ എണീറ്റ് ടോയ്ലറ്റിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തുടങ്ങി. അപ്പം ഈ നിരന്തരമായിട്ടുള്ള വചനം കേട്ടപ്പം ഒരു ധൈര്യം അകത്ത് മാനിഫെസ്റ്റ് ചെയ്തു, ഒരു ധൈര്യം ഉണ്ടായി വന്നു. ഈ ധൈര്യം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കേട്ട വചനം നിങ്ങളിൽ ക്രിയ ചെയ്യുന്നുണ്ട്. നമ്മളൊരു വിഷയം വരുമ്പം, അപ്പോൾ ഈ സിസ്റ്റർ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരന്തരമായി, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ മടുപ്പുകൾ വരും. ഇതൊരു തെളിവ് തന്നെയാണ്. വേണമെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2-ാം ദിവസം പ്രാർത്ഥിച്ചു, 3-ാം ദിവസം, നിരന്തരമായ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത്. അപ്പം മടുപ്പ് കയറുമ്പോഴും സിസ്റ്റർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പം വചനം എന്ത് ചെയ്തു? പിന്നെയും പ്രാർത്ഥിക്കുവാൻ നമ്മുടെ അകത്ത് പ്രേരണ തരും. അപ്പോൾ ഈ വചനം പറയുമ്പോഴും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ ഉള്ള ആ ഒരു എബിലിറ്റിയിലേക്ക് അവിടെ വന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ സഹോദരി ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ട്, എവിടുന്ന് കിട്ടി ധൈര്യം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ കൂട്ടായ്മയിൽ വന്നു എന്നുള്ള അതിനേക്കാൾ ഉപരി നിങ്ങൾ ഈ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് എന്തുണ്ടാകുന്നുണ്ട്? നിങ്ങൾ പോലും അറിയാത്ത നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ കൈയും കാലും നാവുമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അനേകരെ ഈ കർത്താവിന് വേണ്ടി നേടുന്നവരാക്കി. ഞാൻ ഒരിക്കലും ഞങ്ങളോട് പറയത്തില്ല, പലപ്പോഴും നമ്മളിപ്പോൾ കണ്ടേക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു ദൈവദാസൻ വരുന്നു, ആളുകൾ കൂടുന്നു, അദ്ദേഹം തിരക്കാണ്, അദ്ദേഹത്തിൻ്റെ പുറകെ നമ്മൾ ഓടുന്നു, പുള്ളി ഓടുന്നു, അവസാനം ഒന്നും നേടാതെ നമ്മൾ നിരാശപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട് ദൈവത്തിന് നിങ്ങളിലൂടെ പ്രവർത്തിച്ചുകൂടാ? എന്തുകൊണ്ട് ദൈവത്തിന് നിങ്ങളോട് സംസാരിച്ചുകൂടാ? നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു പഠിപ്പീരികൾ വളരെ വിരളമാണ്. ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ഇസ്രായേൽ എടുക്കുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആ വാക്യത്തിലേക്ക് എടുത്തിട്ട് വീണ്ടും ആ സാക്ഷ്യത്തിലേക്ക് വരും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തയ്യാറായിക്കണം പറയാൻ വേണ്ടി. രണ്ടാമത് കേട്ടൊരു സാക്ഷ്യം ഉണ്ടായിരുന്നല്ലോ, 25 വർഷമായിട്ട് നടുവിന് വേദന ഉണ്ടായിരുന്ന ആ സഹോദരൻ ഒന്ന് റെഡി ആയിട്ടിരുന്നു. ഉണ്ടെങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ആ സഹോദരൻ ഒന്ന് റെഡി ആയതിന് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സെക്കൻഡ് ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. നമുക്ക് നേരെ ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത്, ആവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള വാക്യമാണ്, ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, ദൈവം ഏകനം തന്നെ. അപ്പോൾ ഇവിടെ താഴേക്ക് വന്നാൽ നിങ്ങൾ നോക്കുമ്പോൾ പറയാം, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ഇന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ശ്രദ്ധിച്ചോണം. അപ്പം ഈ വചനം നിങ്ങൾ എല്ലായിടത്തും പോയി കേൾക്കുന്നവരായിരിക്കും. 2 രീതിയിലുണ്ട്. വചനത്തിൻ്റെ തെറ്റായ ഒരു വ്യാഖ്യാനം നിങ്ങളുടെ അകത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവപ്രവൃത്തി നടക്കത്തില്ല, തടസ്സപ്പെട്ടു പോകും. തെറ്റായ വ്യാഖ്യാനം. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത്, ഈ 1 മണിക്കൂർ നമുക്ക് മുമ്പ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചോദിച്ച സമയത്ത് പലരും ചോദിച്ച ക്വസ്റ്റ്യൻ്റെ അകത്ത് അവരെ കുറേ വർഷങ്ങളായി കേട്ടു പഴകിയ ചില കൺസെപ്റ്റുകൾ അവർക്ക് ക്ലിയറായി. അപ്പോൾ അത്രയും വർഷം അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ മനസ്സിൽ ഈ കൺസെപ്റ്റ് കിടക്കുവാണ്. ഇതെന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശക്തിയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ദൈവത്തിൻ്റെ അരുളിപ്പാട് ഇങ്ങനെയാണ്, യഹോവയുടെ ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങളെ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നിങ്ങൾ ആ വാക്ക് നോക്കണം, നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹൃദയം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിക്കോണം. ഹൃദയത്തിൽ ഇരിക്കണം. ഞാൻ ഇതേ വാക്യം തന്നെ, ഇതേ സെയിം വാക്യം തന്നെ ആവർത്തന പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും ഇതേ വാക്യം 11-ന്റെ-18 ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇതേ വാക്യം പറയുന്നുണ്ട്. ആകയാൽ എൻ്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാക്യം കേട്ടായിരുന്നു. എന്താണ് ഈ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സംഗ്രഹിക്കുക എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ, അപ്പോൾ ഹൃദയത്തിൽ ഈ വചനം സൂക്ഷിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം.
അവിടെ ഹൃദയം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് ഒരു എബ്രായർ പദമുണ്ട്. ലൈബാം എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ് ഹൃദയത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് മീനിങ്ങുകൾ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ കൊടുത്തേക്കുന്നത് നമ്മുടെ മൈൻഡെന്നും വില്ലെന്നും അണ്ടർസ്റ്റാൻഡിംഗ് എന്നും ഒക്കെ കൊടുത്തേക്കുന്ന കുറേ വാചകങ്ങളാണ്. അതായത് നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ ഏത് കാര്യത്തിലാണോ നമുക്ക് ഉറപ്പുള്ളത് അതെല്ലാം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹൃദയം അഥവാ നമ്മുടെ മനസ്സ് എന്ന് വേണേൽ പറയാം. ഇവിടേക്കാണ് യഹോവയായ ദൈവം മോശ മുഖാന്തരം പറയുകയാണ്, നിന്റെ വചനത്തെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്താണ് ഇവിടെ വചനം ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്നാണ് നമ്മുടെ സകല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ത്യക്കാരനാണ്, നിങ്ങളിപ്പം ബോധം കെടുത്തി കാലും കൈയും കെട്ടി തലയ്ക്കൊരു അടിയും തന്നിട്ട് നിങ്ങളെ വല്ലോ കസാക്കിസ്ഥാനിലോ അല്ലെങ്കിൽ ഉസാക്കിസ്ഥാനിലോ ഏതെങ്കിലുമൊക്കെ ഈ നിങ്ങൾക്ക് ആ പേരറിയാത്തൊരു രാജ്യത്ത് കൊണ്ടുപോകുന്ന നിങ്ങളുടെ കെട്ടഴിച്ച് ബോധം മാറ്റിക്കഴിഞ്ഞാൽ എണീറ്റ് കഴിയുമ്പോഴേക്കും അവിടുത്തെ പറയുകയാണ് നിങ്ങൾ ഇന്നു മുതൽ പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടി എണീറ്റിട്ട് പറയാം, അല്ല ഞാൻ ഇന്ത്യക്കാരനാണ്. അപ്പോൾ അവർ ചോദിക്കും, നീ ഇവിടെയല്ലേ ഇപ്പം കിടക്കുന്നത്, നീ ഇവിടെയല്ലേ ഇപ്പം ഇരിക്കുന്നത്, നീ ഇവിടുന്നല്ലേ, നോക്കി നീ ചുറ്റുവട്ടം നോക്കിക്കേ, നീ ഇപ്പം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം, അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇന്ത്യക്കാരനാണ്. അപ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങളിത് കണ്ണ് കെട്ടി ബോധം കെടുത്തി തലക്കടിച്ചുകൊണ്ട് കിടത്തിയാലും ഈ 5-8 മാസം നിങ്ങൾക്ക് ഉറക്ക ഗുളിക തന്ന് നിങ്ങളെ കിടത്തി ഉറക്കിയാലും മയക്കി കിടത്തിയാലും അതിനുശേഷം എണീറ്റ് വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനെ നമുക്ക് ക്ഷീണമുള്ളൂ, ശരീരത്തിനെ ഉറക്കമുള്ളൂ, പക്ഷെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ആക്റ്റീവാണ്. എണീക്കുമ്പോഴേ നിങ്ങൾ പറയും എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അവർ പറയും ഇതാ നിൻ്റെ വീട്. ഇല്ല, ഇതല്ല എൻ്റെ വീട്, എൻ്റെ വീട് കേരളത്തിലാണ്, ഇന്ത്യയിലാണ്. കണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അത് പതിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ബൈബിൾ പറയുകയാണ് നിൻ്റെ ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കണം. അപ്പോൾ ഹൃദയത്തിൽ വചനം, ബ്രദർ എനിക്ക് വചനം കാണാപ്പാടമാണ്, അതല്ല ഈ പറയുന്നത്. വചനം കാണാപ്പാടം പഠിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, എനിക്ക് മറാഠി ഭാഷ അറിയത്തില്ല, പക്ഷെ മറാഠിയിലെ പാട്ട് 100 തവണ ടേപ്പ് റെക്കോർഡെ കേട്ടാൽ ഞാൻ 101 തവണ കാണാപ്പാടം പാടും. അറബി പാട്ട് എനിക്ക് അറിയത്തില്ല, പക്ഷേ അറബി പാട്ട് 100 തവണ എന്നെ കേൾപ്പിച്ചാൽ 101ാമത്തെ തവണ ഞാൻ കാണാപ്പാടം പഠിക്കും, പക്ഷെ എനിക്ക് അർത്ഥം അറിയണം നിർബന്ധമില്ല. അപ്പം നമുക്ക് വചനം കാണാപ്പാടം അറിയാവുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊരു വാക്ക് കറക്റ്റ് ആകത്തില്ല. അപ്പോൾ എന്താണ് ഈ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എബ്രായർ പദത്തിൽ കൊടുത്തേക്കുന്ന വാക്ക് ഇതാണ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഇത് കയറണം, നമ്മുടെ വില്ലിലേക്ക് ഇത് ഇറങ്ങണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പറയുകയാണ്, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഉപദേശിക്കണം. യഹൂദൻ ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി എന്നാണെന്നറിയാവോ? അവരുടെ തലമുറകളുടെ തലയ്ക്കകത്തോട്ട് ഇഞ്ചക്ട് ചെയ്തു കൊടുക്കും. മക്കളെ, ഈ ലോകത്തിലെ ഏത് ശക്തി ഇറങ്ങി വന്നാലും ഈ നിൽക്കുന്ന മണ്ണ് നിന്റെ അവകാശമാണ്. എത്ര പാറ്റൻ ടാങ്ക് വന്നാലും, എത്ര മിസൈൽ വന്നാലും, എത്ര ദുഷ്ടനിറങ്ങി വന്നാലും ഈ മണ്ണ് നിൻ്റേതാണ്. ഒടുവിൽ നീയേ ജയിക്കത്തുള്ളൂ, നീയേ ഇതിൻ്റെ അവകാശിയുണ്ടെന്നുള്ളത് ഇവർ കുഞ്ഞുനാൾ മുതലേ ഇവരുടെ ഹൃദയത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാക്ക് തെറ്റിപ്പോയായിരുന്നു. ഞാൻ ഇന്നലെ ഉക്രൈനിലെ അധികാരിയുടെ പേര് വ്ളാഡിമിർ പുടിൻ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ എന്നെ തിരുത്തി ഒരാൾ, അതല്ല വ്ളാഡിമിർ പുടിനല്ല, സെലസ്കി എന്നുള്ള പേരോട് പറഞ്ഞു. അപ്പോൾ ഞാനത് വായി വന്ന സെലസ്കി എന്നാണെങ്കിലും വന്നപ്പോൾ പെട്ടെന്ന് റഷ്യ കൂടെ ഇടയ്ക്ക് വന്നുകൊണ്ട് പെട്ടെന്ന് വ്ളാഡിമിർ പുടിൻ ആയിപ്പോയതാണ്. അപ്പം തിരുത്തലുകൾ എന്ത് ചെയ്തു നമുക്കുണ്ടായി. ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദൻ്റെ ഇടയിലേക്ക് ഇവൻ കുഞ്ഞുനാൾ മുതലേ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് വാഗ്ദത്ത ദേശമാണ്, നീ പരാജയപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ലോകത്തിൽ പല യുദ്ധം നടക്കുമ്പോഴും ചെറിയ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ലോകക്കാരുടെ മുമ്പിൽ വന്ന് 2 കൈയും മലർത്തി പറയും, ഞങ്ങളെ രക്ഷിക്കണം. ഇന്നേ വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ യഹൂദന്മാരുടെ ഏതെങ്കിലും ഒരു അധികാരി ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇന്നേ വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ കുഞ്ഞ് രാജ്യം ഇവർക്ക് സഹായം? നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഏറ്റവും വലിയ യുദ്ധമുണ്ടായ സമയത്ത് ഇവർ തകർന്ന് അരിപ്പണമാകുന്നുള്ള ചരിത്രത്തിൽ പറയുന്നു. അവർ റേഡിയോയിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചൊരു ഓഡിയോ ഉണ്ടായിരുന്നു. ഇസ്രായേൽ എന്ന മഹാരാജ്യം ഭൂമുഖത്തിൽ നിന്ന് മാഞ്ഞു പോയെന്നുള്ള ഓൾറെഡി റെക്കോർഡ് ചെയ്തപ്പെട്ട ഒരു ഉണ്ടായിരുന്നു. യുദ്ധത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നു. അവർ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയി എന്നുള്ള റെക്കോർഡിങ്.
പക്ഷെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ റെക്കോർഡിങ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. എന്നാലോചിച്ച് നോക്കി, ലോകം വിധി എഴുതി വെച്ചിരിക്കുക, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഇസ്രായേൽ എന്ന രാജ്യമില്ല. ഞാൻ ഇസ്രായേലിനെ ഉയർത്തി പറയുവല്ല, ഇവർ ചെയ്ത ചില ഗുണങ്ങൾ പറഞ്ഞു തരാം. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ്റെ അകത്തേക്ക് കൊടുത്തൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഇവിടെ നമ്മൾ നോക്കി, നിൻ്റെ മക്കൾക്ക് നീ ഉപദേശിക്കണം. ഉപദേശിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ പഠിപ്പിക്കണം, ടീച്ച് ചെയ്യണം. അതായത് മനസ്സിൽ നമ്മളിപ്പോൾ പറയാം, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. തലവേദന വന്നാൽ ഏത് മരുന്ന് നമ്മൾ ആദ്യം എടുക്കുന്നത്? ഏത് ഗുളിക കഴിക്കുന്നത്? നിങ്ങൾ ജനിച്ചപ്പോഴേ കിട്ടിയ അറിവാണോ അതോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പഠിച്ചതാണോ? പഠിച്ചത്. കണ്ടോ, നിങ്ങളെ പഠിപ്പിച്ചതാ. പഠിച്ചതിനേക്കാൾ ഉപരി നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങളെ എന്ത് ചെയ്തു? സമൂഹം പഠിപ്പിച്ചു. നമ്മൾ പഠിച്ചതല്ല, പഠിപ്പിച്ചു. നിങ്ങൾക്കത് പഠിപ്പിച്ചു തന്നു. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് എന്ത് ചെയ്തു? തലവേദന വന്നാൽ പാരസിറ്റാമോൾ കഴിച്ചാൽ അത് മാറും എന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തയിലേക്ക്, നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് സേവ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഇതിൻ്റെ പരിഹാരം. അപ്പോൾ എന്ത് പറ്റുന്നു? തലവേദന വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയല്ല. തലവേദന വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോലും അറിയാതെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ, ഞാനിപ്പോൾ എൻ്റെ മൂക്ക് പെട്ടെന്ന് ഇങ്ങനെ അടഞ്ഞ സമയത്ത് ഇങ്ങനെ പ്രെയർ തുടങ്ങാൻ വേണ്ടി വരുമായിരുന്നു. ഞാൻ പോലും അറിയാതെ കൈയെടുത്ത് നേസൽ സ്പ്രേ അടിച്ച് എൻ്റെ മൂക്കിലടിച്ചു. ഞാൻ പോലും അറിഞ്ഞില്ല, പെട്ടെന്ന് അത് ഓടിപ്പോയി എടുത്ത് തന്നെ അടിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ 2 സ്പ്രേ ഇരിപ്പുണ്ട്. ദേഹത്തടിക്കുന്ന സ്പ്രേ ഇരിപ്പുണ്ട്, അല്ലാതെ റൂം ഫ്രഷ്നർ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇരിക്കുന്ന നിരയിലാണ് ഈ മൂക്കിൽ അടിക്കുന്ന സ്പ്രേ അവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇത് ഓടിപ്പോയി ഞാൻ എടുത്ത് അടിച്ചു. ഇതെവിടെ നിന്ന് കിട്ടിയ അറിവ്? ഞാൻ പഠിച്ചെടുത്തു, എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഇതെൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കിടപ്പുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ബൈബിൾ പറയുന്നു, നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കർത്താവ് യേശു പറഞ്ഞു, നല്ല വയലിൽ വിതയ്ക്കപ്പെട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ, ആഴത്തിൽ ഇതായിരിക്കണം ഇതിൻ്റെ സൊല്യൂഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം. ചില്ലറ കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ കൊടുത്തേക്കുന്ന വാക്കിതാണ്, നിങ്ങൾ ഹൃദയത്തിൽ, ഞാൻ അതിൻ്റെ നേരെ ഇതേ വാക്യം തന്നെ നമുക്ക് ആവർത്തന പുസ്തകം 6 വരാം. ഇന്ന് നിന്നോട് കൽപ്പിച്ച വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും, വഴി നടക്കുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും പറയണം. ശ്രദ്ധിച്ചോണം, ഈ വാക്ക് നിങ്ങൾ നോക്കണം. ഈ 2-3 കാര്യങ്ങൾ ഞാൻ പലപ്പോഴും അല്ലേ പറയത്തില്ല, ബ്രദറെ, ഈ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്തുവാ? എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചോണം, ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പം, കിടക്കുമ്പം, എഴുന്നേൽക്കും, ഇത് നിങ്ങൾ നോക്കണം. അവയെപ്പറ്റി നിങ്ങൾ സംസാരിക്കണം. ഇവിടെ നിങ്ങൾ ഇത്രയും വാക്യം നോക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിലിരിക്കുമ്പം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്തായിരിക്കണം? വഴി നടക്കുമ്പോൾ എന്താ സംസാരിക്കുന്നത്? കിടക്കുന്നതിന് മുമ്പ് എന്താ സംസാരിക്കുന്നത്? എണീറ്റ് വരുമ്പോൾ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലെ അണ്ടർസ്റ്റാൻഡിങ്ങുകളെ തിരുത്തുവാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ വീടിൻ്റെ അകത്തൊരു അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ കടം കയറി നശിച്ചിരിക്കുന്ന ഒരാളുടെ വീടിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഭീതികരമായ അവസ്ഥയാണ്. രോഗിയായി ഭാരപ്പെടുന്ന ഒരു വ്യക്തി, മരണത്തോട് മല്ലടിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വീടിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് എവിടെ നോക്കിയാലും നിരാശയുടെയും പരാജയത്തിൻ്റെയും സഹതാപത്തിൻ്റെയും മരണത്തിൻ്റെയും ചിന്തകളാണ് വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ. ഇനി പുറത്തോട്ടിറങ്ങിയാലോ വഴി കാണുന്നവനെല്ലാം ചോദിക്കും, എന്തായി കൊച്ചിൻ്റെ കാര്യം, എന്തായി നിൻ്റെ കാര്യം, എന്തായി വീടിൻ്റെ കാര്യം. ഇതിങ്ങനെ പല ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നൊരു സ്ഥലമാണ് വഴി നടക്കുമ്പോൾ. ഇനി കിടക്കാൻ നേരത്തോ ഉള്ള ആദ്യം മുഴുവൻ കയറിയിട്ട് പേടിച്ച് വരണ്ട കിടന്നുറങ്ങുന്നത്. എണീറ്റ് വരുമ്പോഴാണല്ലോ, ഇന്നത്തെ ദിവസം എൻ്റെ കർത്താവേ എന്നാന്ന് പറഞ്ഞിട്ട് എണീറ്റ് വരുന്നത്. ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ പറയുകയാണ്, നീ വീട്ടിലിരിക്കുമ്പോഴും പറയേണ്ടത് വചനം. അപ്പോൾ എന്തിനാ ഇങ്ങനെ പറയുന്നറിയാവോ? എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അകത്തോട്ട് എന്തുണ്ടാ റീപ്ലേസ് ചെയ്യണം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നത്, രോഗം വന്നാൽ ഒന്നെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ ശരിയാകും. ഈ 2 അറിവാണ് എൻ്റെ അകത്തിരിക്കുന്നത്. ഈ 2 അറിവ്, ഒന്നെങ്കിൽ രോഗം വന്നാൽ മരിക്കും, അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് എന്ത് ചെയ്യണം, ചിലപ്പോൾ ഒരു ആശ്വാസം വരും, ഇല്ലേ കുറേ കാലം കഴിയുമ്പോൾ കിഡ്നി എല്ലാം അടിച്ചു പോയി, കണ്ണുമെല്ലാം പോയി, കാതുമെല്ലാം പോയി, ഷുഗറും പ്രഷറും എല്ലാം വന്ന് തീരും. ഇങ്ങനെ കുറേ അറിവുകൾ കിടപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ വചനം പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്നിട്ടും വല്ല രക്ഷയുണ്ടോ? ഒരു രക്ഷയില്ല. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ അകത്തിരിക്കുന്ന അറിവ്, അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും വചനമല്ല. അല്ല ബ്രദറെ, ഞാൻ ഇപ്പോൾ ബ്രദറിന് ഏതാ യേശാവ് 53:5 കർത്താവ് യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. കണ്ടോ? എനിക്കറിയത്തില്ല, ഇത് നിങ്ങൾ ആ കാണാപ്പാഠം പറഞ്ഞില്ലേ? പക്ഷെ കാണാപ്പാഠം പറഞ്ഞിട്ടും ഭയം ഉണ്ടാകുന്നുണ്ട് ബ്രദറെ. കാണാപ്പാഠം പറഞ്ഞിട്ടും എനിക്ക് ധൈര്യം കിട്ടുന്നില്ല ബ്രദറെ. ഇനി നമുക്ക് യഹൂദൻ്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞിട്ട് വരാം. യഹൂദനോട് പറയുകയാണ്, നീ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. മക്കളെ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. അപ്പോൾ എന്താണ് ഈ ഉപദേശം എന്ന് നമ്മൾ ആദ്യം പറഞ്ഞാൽ എന്താണ് ഉപദേശം? അപ്പോൾ ഈ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അടുത്ത ഒരു ജനറേഷനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആ വാക്ക് നോക്കണം. നീ എന്ത് ചെയ്യണം? അത് പഠിപ്പിക്കണം. ടീച്ച് ചെയ്യാതെ കൊടുത്തേക്കുന്നത്. നീ അവരെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. 19ാമത്തെ വാക്യം നിങ്ങൾ നോക്കി. നിങ്ങൾ കുറച്ചു നേരം ആ വാക്യത്തെ മാത്രം നോക്കി. അപ്പം എന്ത് ചെയ്യണം? നീ അത് പഠിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെ പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്ന്, അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിച്ചാൽ നമ്മൾ പഠിച്ചെടുക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചാലും, ഏത് സമയത്ത് വിളിച്ചെണീപ്പിച്ചാലും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കണ്ണ് കെട്ടിക്കൊണ്ട് ബോധം കെടുത്തിക്കൊണ്ട് തലക്കടിച്ചുകൊണ്ട് ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടിട്ടാലും കണ്ണ് തുറക്കുമ്പോൾ നീ ഇവിടുത്തുകാരനാണെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് ഞാൻ പഠിച്ചെടുത്തതാണ്, ഞാൻ അറിഞ്ഞതാണ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കയറിപ്പറ്റിയതാണ്. ഇനി നിങ്ങൾ അവിടെ 25 വർഷം നിങ്ങൾ താമസിച്ചില്ല. ഇപ്പം നമുക്കറിയാം, സിറ്റിസൺഷിപ്പ് എടുക്കുന്നവരുണ്ട്. അമേരിക്കയിൽ പോയി സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് പാസ്പോർട്ടേ മാറുന്നുള്ളൂ. അമേരിക്കയിലെ UK ആയിക്കോട്ടെ, ഓസ്ട്രേലിയയ്ക്കായിക്കോട്ടെ, നിങ്ങൾ അവിടെ പോയി സിറ്റിസണായിട്ട് മാറി അവിടുത്തെ പാസ്പോർട്ട് ചേഞ്ച് ആകുന്നു. ബ്രിട്ടീഷ് പാസ്പോർട്ടോ ഓസ്ട്രേലിയൻ പാസ്പോർട്ടോ അമേരിക്കൻ പാസ്പോർട്ടോ ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇന്ത്യക്കാരാണ്. നിങ്ങളിനി എത്ര ഇംഗ്ലീഷുകാരോട് താമസിച്ചാലും ഇംഗ്ലീഷുകാർ പറയും, ഓസ്ട്രേലിയക്കാർ പറയും, അമേരിക്കക്കാർ പറയും ഇന്ത്യക്കാരാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കനാഡിയൻകാർ പറയും നിങ്ങൾ ഇന്ത്യക്കാരാ. നിങ്ങൾ പറയും എൻ്റെ പാസ്പോർട്ട് നോക്ക്, ഞാൻ ഇവിടെ അമേരിക്കക്കാരനാണ്, ബ്രിട്ടീഷുകാരനാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരാ? രാത്രി ഉറങ്ങിക്കിടന്ന സമയത്ത് ഡീപ്പ് സ്ലീപ്പിൽ ഞാൻ വന്ന് വിളിക്കും അമേരിക്കാരെന്ന് വിളിച്ചാൽ നിങ്ങൾ എണീക്കത്തില്ല. പാസ്പോർട്ട് കയ്യിലുണ്ട്, പക്ഷേ അമേരിക്കാരാന്ന് വിളിച്ചാൽ നിങ്ങൾ എണീക്കത്തില്ല. അല്ലേ? എൻ്റെ കാരണം എന്താ? നിങ്ങൾ പോലും അറിയാതെ എത്ര ചേഞ്ചസുകൾ വരുത്തിയാലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ ആരാണ്, നിങ്ങൾ നേടി പഠിച്ചെടുത്ത അറിവ് നിങ്ങളിൽ വർക്ക് ചെയ്യും. അപ്പം ഈ അറിവ് തകരണം. ലോക മനസ്സിലേക്ക് നമ്മൾ കയറിയേക്കുന്ന അറിവ് തകർന്നെങ്കിലേ ഉള്ളൂ നമ്മുടെ വിശ്വാസം ആക്റ്റീവാകുകയുള്ളൂ. അതിനെന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം. തൊട്ട് മുകളത്തെ ആ ഒരു വാക്യം നിങ്ങൾ നോക്കണം. തൊട്ട് മുകളത്തെ വാക്യം. എന്നിട്ട് നമുക്ക് വേഗത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കും. കാര്യം നമ്മൾ ടൈം അധികം ഓൾറെഡി എടുത്തല്ലോ. ഓക്കെ, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ഈ വാക്യം നോക്കിയാണ്. നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിനായി നിന്റെ ദൈവമായ യഹോവയുടെ വചനങ്ങൾ നിങ്ങൾ ഉപദേശിക്കുവാൻ കൽപ്പിച്ചതൊക്കെയും കൽപ്പന ചട്ടങ്ങളും വിധിക്കുവാകുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം, ദീർഘായുസോടെ ഇരിക്കേണ്ടതിനുമായി. എനിക്ക് സ്ക്രീനെ നോക്കിയിട്ട് പെട്ടെന്ന് കിട്ടിയില്ല. ദീർഘായുസോടെ ഇരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാ? അല്പായുസല്ല, ദീർഘായുസോടെ ഇരിക്കണം. ശ്രദ്ധിച്ചോണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും അല്പായുസുള്ളവനായിരിക്കുക എന്നുള്ളതല്ല, ദീർഘായുസോടെ ഇരിക്കണം. എന്നിട്ട് ഇത് പറഞ്ഞിട്ടാണ് താഴേക്ക് വരുന്ന സമയത്ത് അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നീ അവിടെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി എന്നെടുക്കാവേ. ഇരമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് 33-ാം അധ്യായത്തിലെ ഇരമ്യാവ് 33-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നോക്കി. ഇരമ്യാവ് 33-6 നോക്കി. ഇതാ ഞാൻ നിനക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെ സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ നോക്കി, ആരോഗ്യം. ഈ വാക്ക് നോക്കി, ആരോഗ്യം. ഈ വാക്ക് നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവന്ന് ആരോഗ്യം വരുത്തി. ആവർത്തനത്തെ കേട്ട് നോക്കി, ദീർഘായുസ്. സദൃശ ഇരമ്യയിൽ പറയുന്നു ആരോഗ്യം.
ഒന്ന് നോക്കിയ ദീർഘായുസും ആരോഗ്യം. അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും ദീർഘായുസോടെ ഇരിക്കേണ്ടത്? പറ, എങ്ങനെ ഇരിക്കണം ദീർഘായുസോടെ? ആരോഗ്യത്തോടെ ഇരിക്കണം. രോഗമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കി കാണാൻ പറ്റും, അവിടെ നിങ്ങൾ നോക്കിയാൻ പറ്റും, അവിടെ രോഗശാന്തിയും പറയുന്നുണ്ട്, സൗഖ്യവും പറയുന്നുണ്ട്, ആരോഗ്യമെന്നും പറയുന്നുണ്ട്. ആരോഗ്യമുള്ളവരായി. അപ്പം ദൈവത്തിൻ്റെ പ്ലാൻ ഞാൻ രോഗിയായിരിക്കുക എന്നുള്ളതല്ല, ആരോഗ്യത്തോടെ ഇരിക്കുക. ദൈവത്തിൻ്റെ പ്ലാൻ ഞാൻ ദീർഘായുസോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും മറക്കരുത്. അപ്പം നമ്മൾ ഇവ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ പലപ്പോഴും പഠിച്ചു വച്ചിരിക്കുന്ന ഒരറിവുണ്ട്. നമ്മളെല്ലാം മുറിവൈദ്യന്മാരാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആൾക്കാർക്കെല്ലാം ഒറ്റമൂലി അറിയായിരുന്നു. ഇവരവിടെ നിന്ന് പുറപ്പെട്ട സമയത്ത് നമുക്കറിയാം, ഇവരെ ആരും പ്രത്യേകിച്ച് പഠിപ്പിച്ചില്ല. ഒരു കാളക്കുട്ടീനെ ഉണ്ടാക്കിയ ഒരു വിഗ്രഹത്തെ ആരാധിച്ചു. ഇവിടെ എവിടെ നിന്ന് കിട്ടിയ അറിവ്? അത് മിസ്രൈമിൽ നിന്ന് കിട്ടിയതാ. മിസ്രൈമിൽ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യഹോവയും ഇങ്ങനെയാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോഴാണ് മോശ താഴേക്ക് കൊണ്ടിരുന്നത് വിഗ്രഹാരാധനയെ പറ്റി. ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകല്, സ്വർഗത്തിലോ ഭൂമിയിലോ യാതൊന്നിൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത് കൽപ്പനയായിട്ട് വരുമ്പോഴേക്ക് മോശ ഇതിങ്ങനെ കാണാപ്പാടം പഠിച്ച് ഇങ്ങനെ വരുമ്പോൾ താഴെ വലിയൊരു കാളക്കുട്ടിനെയൊക്കെ ഉണ്ടാക്കി അതിന് മുമ്പിൽ നൃത്തം നടക്കുക. ഇന്നും വിഗ്രഹാരാധന ദൈവം വെറുക്കുന്നു. പക്ഷെ ഇന്നും അത് ഇഷ്ടംപോലെ സഭകളിൽ വർദ്ധിച്ചുകൊണ്ട് വരുന്നു, ക്രിസ്ത്യൻ സഭകളിൽ. അപ്പം ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പഠിപ്പീരികൾ ലോകത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുകയും അത് നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുകയും അത് നിങ്ങളുടെ അനുഗ്രഹത്തെ ബാധിക്കുകയും ചെയ്യും. അതിന് ദൈവം എന്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം തന്നെ പറയുകയാണ്, സൊല്യൂഷൻ പറഞ്ഞു തരുവാണ്. ആവർത്തന പുസ്തകത്തിൽ ഈ വാക്യം, നീ ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? താഴേക്ക് വന്ന് നോക്കിക്കേ. ഈ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. എന്നിട്ട് പറയുകയാണ്, നീ എഴുന്നേൽക്കുമ്പോഴും നീ ഇരിക്കുമ്പോഴും നീ വഴി നടക്കുമ്പോഴും ഒക്കെയും സംസാരിക്കണം. അപ്പം ശ്രദ്ധിച്ച് നോക്കിയേ, അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒന്ന് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരിക്കുവാൻ തുടങ്ങണം. ശ്രദ്ധിച്ച്. അപ്പം വീട്ടിലിരിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? വീട്ടിലിരിക്കുമ്പോൾ എന്താ പറയേണ്ടത്? പ്രശ്നമാണ്, കടവാണ്, ഞെരുക്കമാണെന്ന് പറയാതെ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വചനം പറയണം. അപ്പോൾ എന്താണ് ബ്രദറെ അത് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി, എന്താണ് ഈ വചനം? ബ്രദർ എപ്പോഴും പറയും, ഈ വചനം പറ. വചനം പറഞ്ഞാൽ എന്നാ ഗുണം? വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വചനം നേരെ ചെന്നിട്ട് എബ്രായ ലേഖനത്തിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. എന്നാലും നമ്മൾ എടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ്. എബ്രായ ലേഖനത്തിലേക്ക് വരികയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നോക്കി. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും അതിൻ്റെ പ്രാണനെയും സദ്യപജ്ജകളെയും തുളഞ്ഞു ചെന്ന് ഹൃദയത്തിലെ ചിന്തകളെ, ഭാവങ്ങളെ വിവേചിക്കും, റീപ്ലേസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾ ഏത് ഉറക്കത്തിൽ നിന്നും വിളിച്ചെണീപ്പിച്ചാൽ പറയാൻ പഠിക്കണം, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. പക്ഷേ നിർഭാഗ്യവെച്ചാൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാൽ ആദ്യം തപ്പം എവിടെയാണ് പാരസിറ്റമോൾ വെച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാം ഉൾപ്പെടെ ഞാൻ പറയാം, നമ്മൾ ഇതിൽ നിന്ന് ഓവർകം ചെയ്യണം. ഒരു പ്രശ്നം വരുമ്പോൾ, കടം വരുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ബ്ലേഡുകാരൻ്റെ നമ്പർ, ഞാൻ ആ സഹോദരൻ്റെ ഒരു സാക്ഷ്യം എന്ന് കേൾപ്പിക്കണം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സഹോദരൻ്റെ സാക്ഷ്യം പറ്റില്ലെന്ന് കേൾപ്പോൾ ഇന്ന് ഞാൻ സഹോദരൻ പറയുകയും ചെയ്തായിരുന്നില്ല. ആ സാക്ഷ്യം അയച്ചു തന്നപ്പം അതുകൂടെ കേൾപ്പിച്ചിട്ട് നമുക്ക് എന്നിട്ട് പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം ഇന്നലെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ വചനം പറഞ്ഞതിൻ്റെ അകത്ത് കിട്ടുന്ന ഓരോരോ ഗുണങ്ങളാണ്. ഓക്കെ, ഞാനതൊന്ന് നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ ഈ ഫോൺ ഇത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ടോംസ് ബെയറാണ് ഇപ്പം ഹോസ്റ്റ് ആയിട്ടുണ്ടല്ലോ, ഒന്ന് മ്യൂട്ട് മാറിയിട്ട് പറഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. കേൾക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനിത് ഇന്നലെ കേട്ടൊരു സാക്ഷ്യമായിട്ട് ബന്ധമുണ്ട്. ബിബിൻ എന്നാണ് ഞാൻ. വന്നിട്ട് യൂട്യൂബ് വഴിയാണ് ഈ ചാനലിൽ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ്റ് ആയത്. അപ്പോൾ ഞാൻ ആ യൂട്യൂബ് വഴി മിറാക്കിൾ മണിയെ കുറിച്ചുള്ള വചനം കേൾക്കാനിടയായി. ആ വചനം വെച്ചിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്നറിയില്ല, എനിക്ക് അറിയില്ല, എവിടെ നിന്നറിയില്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചതിനും കൂടുതൽ ക്യാഷ് വരാനിടയായി. എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദി. ഈ സഹോദരൻ ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നോട് ഇന്നലെ പറഞ്ഞു, ബ്രദറെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ആ ബ്രദർ ഇന്ന് ഇതിനകത്തുണ്ടോ? ഇന്ന് ഇതിൻ്റെ അകത്തുണ്ടോ ഈ സാക്ഷ്യം പറഞ്ഞ ആൾ? ഞാൻ ഇന്ന് കേൾപ്പിക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞതാണ്. ആ സഹോദരൻ്റെ പേരെന്നായിരുന്നു?
ബിബിൻ എന്ന. അപ്പോൾ സഹോദരൻ ഇടയിൽ പറയാനിടയെ തീർന്ന് അദ്ദേഹത്തിന് മിറക്കിൾ മണി, ഞാൻ തുകയൊന്നും ചോദിച്ചില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ആ മിറക്കിൾ മണിയുടെ ക്ലാസ് കേട്ടതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പം അന്ന് ആലോചിച്ച് നോക്കി, ചുമ്മാ ആരെങ്കിലും കൊണ്ട് അക്കൗണ്ടിൽ കാശിടുമോ? നമുക്ക് ഒത്തിരി സംശയം വന്നില്ല. ചുമ്മാ കൊണ്ട് കാശിടും. വിമർശിക്കുന്നവർ പറയും ഇതൊക്കെ തട്ടിപ്പാണ്, കാശിൻ്റെ സുവിശേഷമാണ്. എൻ്റെ പൊന്നു സഹോദര, കാശിന് കാശ് തന്നെ വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പോൾ യേശുവിനെ വിളിച്ചിട്ട് കൈ നീട്ടുന്നതിൽ എത്രയോ നല്ലതാണ്. എൻ്റെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ധനവും മാനവും പുരാതന സമ്പത്തും എൻ്റെ അവകാശ. സഹോദരൻ അത് വിശ്വസിച്ചു. ആ മിറക്കിൾ മണി എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ വചനപ്രകാരം 4 ദിവസം കണ്ട സഹോദരൻ കൂടിയിട്ടുള്ളൂ. അന്ന് കേട്ടത് ആ വചനമാണ്. ആ സഹോദരൻ പ്രാർത്ഥിച്ച് ചോദിച്ചതിൻ്റെ ഇരട്ടി അക്കൗണ്ട് എവിടുന്നാണെന്ന് അറിയത്തില്ല, അക്കൗണ്ടിലേക്ക് അത് വന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് വന്നിട്ടുണ്ട് മിറക്കിൾ മണി. ഇനിയും ദൈവം തരും. അത് വരാൻ കാരണം മീൻ്റെ അകത്ത് ചതുർദ്രഹ്മ പണത്തെ കർത്താവിന് വെക്കാമെങ്കിൽ നന്മ തുറക്കും. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞല്ലോ ഈ സാക്ഷ്യം, ഞാനത് കേൾപ്പിച്ചല്ലോ, നിങ്ങൾ എല്ലാവരും കേട്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സഹോദരൻ അത് കേട്ടതിന് ശേഷം അതേപോലെ പ്രാർത്ഥിച്ചു. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മിറക്കിൾ മണി എങ്ങനെയാണ് എൻ്റെ കയ്യിലേക്ക് അത് വരേണ്ടത് എന്ന ആ വചനം കേട്ടപ്പം അതേപോലെ സഹോദരൻ പ്രാർത്ഥിച്ചു. സഹോദര, നിങ്ങൾ ആ വചനം കേട്ടതിന് ശേഷമല്ല അതേപോലെ അല്ലേ പ്രാർത്ഥിച്ചത്? കേൾക്കുന്നുണ്ടോ? പോയോ സഹോദരൻ? ഈ വെർച്വൽ മീറ്റിങ്ങിൻ്റെ ഒരു കുഴപ്പം ഇതാ, ഞാൻ പറഞ്ഞത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നിങ്ങൾ ആ സാക്ഷ്യം കേട്ടോ, അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പറയാൻ ഇടയായി തീർന്നു. ഇപ്പം ഞാൻ നിങ്ങളെക്കൊണ്ട് ഇപ്പം ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് കയറണം. അതായത് ഇനി എപ്പോഴാണ് ബ്രദറെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഞാൻ കാണാപ്പാഠം പഠിച്ചിരിക്കുന്ന ഈ വചനം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ വചനം വന്നു എന്നതൊരു തെളിവെന്തുവാ? അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനം എന്തായിരിക്കും ഇത് ഒറിജിനലായിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു എന്നതിന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അടുത്ത ആളത് മിറക്കിൾ മണി എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. രതീഷ് സഹോദരൻ ഒന്ന് പറയണം കേട്ടോ എന്നാ സംഭവിച്ചെന്ന്. എന്താ പറഞ്ഞു? അത് പ്രാവർത്തികമാകുമ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വരുമ്പോൾ. ഒരു മിനിറ്റ് രതീഷ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു പ്രൊഫൈൽ ഞാൻ കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒരു മെസ്സേജ് ഇട്ടു, എനിക്ക് മിറക്കിൾ മണി ആണ്. സത്യമാണോ സഹോദര പറഞ്ഞത്? സത്യമാണ് സഹോദരൻ എന്നാ പ്രാർത്ഥിച്ചേ? അത് അന്ന് ആ സമയങ്ങളായിരുന്നു, നമ്മളന്ന് പറഞ്ഞ സമയങ്ങളിൽ. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാ വന്നത്? കയ്യിലാണോ, അക്കൗണ്ടിലാണോ, പേഴ്സിലാണോ? അത് അക്കൗണ്ടിലാണ്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു തുക വന്നത്. പ്രതീക്ഷിക്കാത്ത തുക വന്നു. സ്തോത്രം. അത് വലിയ മിറക്കിളാണ്. ഒത്തിരി പേർക്ക് മിറക്കിൾ. അല്ലാതെ ഞാൻ പറയാൻ കാര്യം, എനിക്ക് ആക്സിഡന്റ് ആയിട്ടിരിക്കുവായിരുന്നു. ഞാൻ 3 വർഷമായിട്ട് കർത്താവ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പൊ എനിക്കൊന്നും ലോൺ അടയ്ക്കാൻ പൈസ ഇരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് വഴി തുറക്കും. ലാസ്റ്റ് മൊമെന്റിലാണ് അത് കയറി വന്നത്. ആ മെസ്സേജ് കേട്ടപ്പോഴാണ്. അത് എല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു സമയത്താണ് കയറി വന്നത്. സ്തോത്രം. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് ഇതേപോലെ മിറക്കിൾ മണി, ഞാൻ പറഞ്ഞില്ല, നിങ്ങളത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ പറയാതൊക്കെ ബ്രദർ തട്ടിപ്പാണ്, ബ്രദർ ചുമ്മാ കിടന്ന് പറയുന്നതാണ്. ഞാൻ ചോദിച്ചോട്ടെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ലക്ഷക്കണക്കിന് ജനത്തിന് അപ്പോൾ ഇറച്ചി ഉണ്ടാക്കി കൊടുക്കാൻ എവിടുന്ന് അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്ന മരുഭൂമിയിൽ? ദൈവം ആകാശം തുറന്നു, മന്ന വന്നു, പ്രിപ്പയർ ആയ ഫുഡാണ് അത്. യേശു 5 അപ്പം എടുത്തിട്ട് 5000 പേർ കൊടുത്തു. എവിടുന്ന് ഇത് വന്നു? അന്വേഷിച്ച് ചെല്ല്. നിങ്ങൾ ബൈബിളിൻ്റെ വചനത്തിലേക്ക് ചെല്ലും. അവൻ തുറക്കുന്ന ദൈവമാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ നാച്ചുറൽ മൈൻഡിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ല, പുറത്തു വരണം. ഏലിയാവിന് ഒരു കുപ്പിയിൽ അല്പം എണ്ണ എടുത്തിട്ട് കുറേ പാത്രം മേടിച്ച് ഒഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയി നല്ല വെളിച്ചെണ്ണ മേടിച്ച് 100-150 കൊടുത്ത് തിരിച്ചു വരുന്ന സ്ഥാനത്ത് ഈ സറാഫാത്തിലെ വിധവ എന്ത് ചെയ്യുക? എണ്ണ വിറ്റ് കാശ് മേടിക്കുക. കണ്ടോ? അപ്പം നമ്മൾ എന്തെങ്കിലും, ഞാനും വിശ്വാസിയല്ലേ, ഞാൻ ഇപ്പം കടയിൽ പോയിട്ട് 300 രൂപ കൊടുത്ത് എണ്ണ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. സറാഫാത്തിലെ വിധവ വിൽക്കുക. എവിടെ നിന്ന് കിട്ടി എണ്ണ? പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ആ പാത്രത്തോട് അങ്ങ് ഒഴിക്കാൻ പറഞ്ഞു. അല്പം എണ്ണയുണ്ടായിരുന്നു. ഇപ്പം കുടവും ബക്കറ്റും എല്ലാം നിറഞ്ഞ് എണ്ണയാണ്. നിങ്ങളത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നാച്ചുറൽ മൈൻഡിൽ നിന്ന് പുറത്തു വരണം. ഇന്നലെ കേട്ടില്ല, 25 വർഷമായിട്ടുണ്ടായിരുന്ന ആ നടുവിൻ്റെ വേദന കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ സൗഖ്യമായി. 25 വർഷം. ഞാനത് പെട്ടെന്ന് പിന്നെയും ചോദിച്ചു. സഹോദര വളരെ ഈസി ആയിട്ടാണ് സഹോദരൻ പറഞ്ഞു 25 വർഷമായിട്ടുള്ള. അപ്പോൾ 25 വർഷമായിട്ടുണ്ടായിരുന്ന നടുവിൻ്റെ വേദന പൂർണ്ണ സൗഖ്യമായി. അതിനിടയിൽ നമ്മുടെ ഒത്തിരി സൗഖ്യം നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇടയിൽ. അപ്പോൾ നിങ്ങളിത് പറയണം. ഇനി എപ്പോഴാണ് ഇത് നാളെ ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് ഓർപ്പിക്കും. നാളെ യൂട്യൂബിലേക്ക് ഇതൊന്നുകൂടെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത്.
നാളെ ലൈവിലില്ല, സൂമിലില്ല, നാളെ യൂട്യൂബിലെ മെസ്സേജ്, നാളെ മാത്രം യൂട്യൂബിലാണ്. തിങ്കളാഴ്ച മുതൽ നമ്മൾ പിന്നെയും സൂമിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചോട്ടെ, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എൻ്റെ ഉള്ളിൽ പതിഞ്ഞു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു വിഷയം, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇസ്രായേലിൽ പോയിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ശരിക്കും ഈ സ്ഥലം നിങ്ങൾക്ക് കിട്ടുമോ, നിങ്ങൾ യുദ്ധം ജയിക്കും, ഈ 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടുത്തെ ഏത് ജനറേഷനും പറയും ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഇത് ഞങ്ങൾ ജയിക്കും. ഇതെങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ ആഴത്തിൽ കയറാൻ പറ്റിയെന്ന് കേട്ടാൽ, ഇവരുടെ മനസ്സിൽ വേറെ ഒന്നും ഇപ്പോൾ വരുന്നില്ല. ഇവരുടെ മനസ്സിൽ യുദ്ധം വരുന്നില്ല, ഇവരുടെ മനസ്സിൽ വേറെ ഒന്നും കയറുന്നില്ല. ഇവരുടെ മനസ്സിൽ മൊത്തം ഇത് എൻ്റേതാണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിച്ചേരും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നടക്കുമ്പോഴിരിക്കുമ്പോഴും ഒക്കെ ഏത് വചനമാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇപ്പം മിറക്കിൾ മണിയെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു, ആ സഹോദരൻ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർക്കെല്ലാം മിറക്കിൾ മണി വന്നു. അതിൻ്റെ അർത്ഥം നാച്ചുറലായിട്ട് നോക്കിയാൽ അവർക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല, പക്ഷെ അവർ സൂപ്പർ നാച്ചുറൽ വിശ്വസിച്ചു. അപ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, വചനം പറയുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് എന്ത് സംഭവിക്കും. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ ഏത് ഉറക്കത്തിൽ തട്ടി വിളിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് പറയുന്നത് പാരസെറ്റമോൾ തലവേദനയ്ക്കുള്ളതെന്ന് പറയുന്നത് പോലെ തന്നെ ഏത് സമയത്ത് നിങ്ങളെ വിളർച്ച് തട്ടി ഉണർത്തിയാലും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന 2 വചനം പുറത്തു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വചനം സംഗ്രഹിച്ചു. അത് മാത്രമല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെന്ത് പരിപാടിയാണ്? പ്രശ്നം വരുമ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, നിങ്ങളുടെ ഹൃദയത്തിൽ അത് ലോക്കായി, സംഭവം ക്ലിക്കായി, ആ സംഭവം വചനം കറക്റ്റായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർത്തരുത്. പറഞ്ഞ് ആ വചനത്തെ വിശ്വാസമാക്കി മാറ്റണം. വിശ്വാസമായുള്ള ഗുണം എന്നറിയാമോ, വിശ്വാസത്താൽ വീര്യപ്രവൃത്തികളുണ്ടാവും. ഒന്നുകൂടെ ഞാൻ പറയാം, ആ പറഞ്ഞ് വചനത്തെ വിശ്വാസമാക്കി കത്തിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, വചനം പറയും തോറും വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞ് വിശ്വാസം വന്നാൽ ഗുണം എന്നറിയാം. പിന്നെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത്ഭുതമാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇസ്രായേലിൻ്റെ സീക്രട്ട്. ഇവർ മൊത്തവും തലമുറകൾക്കകത്തോട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കും. നീ ജയിക്കും, നീ ജയിക്കും, നീ ജയിക്കും, നീ ജയിക്കും, നീ ജയിക്കും, നീ ജയിക്കും, ഇത് നിൻ്റെ അവകാശം. നമ്മളെന്നെ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, കർത്താവിന് മനസ്സുണ്ടെങ്കിൽ ചെയ്യട്ടെ, എന്നെ വിശ്വാസം. പിശാച് പറയും നീ ജന്മത്തിൽ രക്ഷപ്പെടത്തില്ല, നീ എൻ്റെ കൂടെ പോര്. ഞാൻ പിശാചിനെ എതിർക്കുന്നു. അകത്ത് ഉറപ്പ് പറഞ്ഞ രോഗം യേശു വഹിച്ചതായതുകൊണ്ട് കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതം ഉണ്ട്. പിശാച് തട്ടി വിളിക്കും, ഉറക്കത്തിൽ നിൽക്കും, നീ സൗഖ്യമാകുമോ? പ്രാർത്ഥിക്കുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞു ഇതൊന്നും മാറത്തില്ലെന്ന്. തീർന്നവിടെ പരിപാടി. നിങ്ങളുടെ വചനം വിശ്വാസമായി മാറണമെങ്കിൽ നിങ്ങൾ ഏത് ഉറക്കത്തിൽ നിന്നും, പ്രശ്നം രൂക്ഷമായിക്കോട്ടെ, പ്രശ്നം രൂക്ഷമായാലും അതിൻ്റെ നടുവിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ചോദിച്ചു, യുദ്ധം നടക്കുമ്പോഴാണ് ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ മണ്ണാണിത്. ടാറ്റ പറയുന്നില്ല അവർ. യുദ്ധം നടക്കുമ്പോഴും അവരുടെ മനസ്സിൽ നിന്ന് ഇത് പറഞ്ഞു പോകുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞിടെ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു സന്യാസി ഈ അമേരിക്കയുടെ ഏതൊരു ഭാഗത്ത് പോയിട്ട് ഒരു രാജ്യം തന്നെ വാങ്ങിച്ച് പുള്ളി അവിടെ താമസിക്കുക. നിങ്ങൾ ആ വാർത്തയെ കണ്ടതല്ലേ, പേരൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ മനുഷ്യന്, ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ ഒരു മനുഷ്യന് ഒരു രാജ്യം പോയി മേടിക്കാൻ കഴിയുമെങ്കിൽ ഇസ്രായേലിനെ പോലെ ഒരാൾക്ക് ലോകത്തിൽ എവിടെയാണെന്നാലും ഒന്നാന്തര സ്ഥലം മേടിക്കാൻ പറ്റാത്തത്? എന്നെ അവർ പോകാത്തത്? അവരവരെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും മനസ്സിലിങ്ങനെ തറഞ്ഞു കിടക്കുക, നീയാണ് അവകാശിയെന്ന്, നിൻ്റെതാ ഇത്, നീ ജയിക്കുമെന്നുള്ളത് തറച്ചു വെച്ചേക്കുക പിതാക്കന്മാർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നിങ്ങളും ചെയ്യേണ്ടത്. ഇതാണ് അവരുടെ സീക്രട്ട്. നമ്മളെപ്പോഴാണ് വചനം കേൾക്കുന്നത്? രാത്രി 9 മണിക്ക് കുറേ നേരം വചനം കേൾക്കും, കുറേ പേര് ഇരുന്ന് ഉറങ്ങും. ഞായറാഴ്ച പിന്നെയും വചനം കേൾക്കും, വല്ലപ്പോഴും സങ്കീർത്തനം വായിക്കും, ബൈബിൾ അടച്ചു വെക്കും, ബാക്കി ദിവസങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കും. ഇവരങ്ങനെയല്ല. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണരുമ്പോഴും ഉറങ്ങുന്നതിന് മുമ്പും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർക്ക് ജയിക്കണം, ഇവർക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ, ഇവർക്ക് ഉയർന്നേ പറ്റത്തുള്ളൂ, ഇവർക്ക് രക്ഷപ്പെട്ടേ പറ്റും. ഈ മൈൻഡ് നിങ്ങളുടെ ഉള്ളിൽ വരണം. ഇത് സൊല്യൂഷനാണ്. നാളെ ഞാൻ എൻ്റെ ബാക്കി പറയുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് മിറക്കിൾ മണിക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയ നന്മകൾ ആവശ്യം. വലിയ മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോവാം. ലോകരാജ്യങ്ങളിൽ മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോവാം. നന്മ കൊണ്ട് ദൈവം നിറയ്ക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വൻ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ കേട്ട അത്ഭുതകരമായ ഇന്ന് എൻ്റെ കൂടെ വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഡൗട്ടൊന്നും ചോദിക്കരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്.
ഇതിന് ശേഷം ബ്രദറെ എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ അനുസരിച്ചില്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ എത്ര വിഷയത്തിലായിക്കോട്ടെ, എനിക്കറിയാം നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും, ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പോൾ, അങ്ങയുടെ നാമത്തെ ഞങ്ങളിന്ന് വാഴ്ത്തുന്നപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിതച്ച ഒരു നന്മ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒരു നന്മ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവരെ വിതയ്ക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെയും കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക. ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വചനം ഒന്ന് പറഞ്ഞ്, ആകാശത്ത് ദൈവം മന്ന കൊഴിച്ചതുപോലെ, മത്സ്യത്തിൻ്റെ വായിൽ നന്മ ഒളിപ്പിച്ചതുപോലെ, എൻ്റെ ദൈവം 5 അപ്പത്തെ വർദ്ധിപ്പിച്ചതുപോലെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും നിങ്ങൾ. വീടുകാരനെ വിളിച്ചിട്ടുണ്ട്, അവനൊരു മനസ്സ് തോന്നി, എനിക്ക് വേണ്ടി കനിവ് തോന്നി, കാശ് കിട്ടാൻ നല്ല ചിട്ടി പിടിച്ചിട്ടുണ്ട് ബ്രദറെ, ചിട്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബ്ലാങ്കിൽ ലോൺ കൊടുത്തിട്ടുണ്ട് ബ്രദറെ, ആ ലോൺ പാസ്സാകാൻ വേണ്ടി ഈ തലത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വാ. വാരി വിതറി കൊടുക്കുക, നിനക്ക് നന്മ തരുമെന്ന വചനം പറഞ്ഞേക്കുന്നത്. എനിക്ക് ആരോഗ്യം വരുത്തും, ദീർഘായുസ് തരും, സമാധാനം തരും, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയത്തിൻ്റെ ആഴത്തിൽ. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വചനം കുറേ കാണാപ്പാടം പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, പിശാചിന് നന്നായിട്ട് വചനം അറിയാം, നിങ്ങൾ ആ കൂട്ടത്തിൽ പോകത്തേ ഉള്ളൂ. പക്ഷേ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതെങ്ങനെ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഏത് സമയത്തും പ്രശ്നം വരും ആദ്യം പൊങ്ങി വരേണ്ടത് വചനമാണ്. ഞാൻ സഹോദരി എന്തുകൊണ്ടാണ് തളർന്നു നടക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചത്? കാര്യം അകത്തൊരു ഉറപ്പ് വന്ന് ആ വ്യക്തി എണീറ്റ് വരും. ആ തളർവാദ രോഗി, ഇന്ന് കേൾക്കുന്ന തളർവാദ രോഗികൾ കേൾക്കുന്നുണ്ടെങ്കിൽ പറ, നിങ്ങൾ എണീറ്റ് വരും. ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ടല്ല, യേശു മുറിവേറ്റതുകൊണ്ട്, ആ കണ്ണടച്ചുകൊണ്ട് കണ്ട, എൻ്റെ കാല് നേരെയാകാൻ വേണ്ടി യേശു മുറിവേറ്റത്. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, വേദനയാൽ ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച്. ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇപ്പോൾ എന്താ വ്യത്യാസം ഉള്ളവർക്ക് പറയാം. കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇപ്പോൾ ഈ നിമിഷം വേദനയാൽ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്നും എൻ്റെ കൂടെ പറ, എൻ്റെ ഈ രോഗം പറ, എൻ്റെ ഈ വേദന യേശു വഹിച്ചതാണ്. കർത്താവ് കൊണ്ട ഓരോ അടിക്കും എൻ്റെ സൗഖ്യമാണ്. യേശുവിൻ്റെ ശരീരം മുറിക്കപ്പെട്ടത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ബാങ്കിൻ്റെ, എനിക്കെന്നെ കാണുന്നൊരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിലൊരു ബുക്ക് ഞാൻ കാണുകൊണ്ടിരിക്കുക. 0249 എന്നുള്ള ഒരു അക്കൗണ്ട് നമ്പർ എന്നെ കർത്താവ് എടുത്ത് കാണിക്കുക. എനിക്കറിയത്തില്ല എന്തുവാന്ന്. ആ അക്കൗണ്ടിലേക്ക് കർത്താവിനോട് പറയുന്നു, നന്മ കയറാൻ വേണ്ടി പോവാം. 0249 എന്നുള്ള ഒരു അക്കൗണ്ടിലേക്ക് നന്മ കയറാൻ വേണ്ടി പോയി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, ഇന്ന് ആ വേദനയുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച്, ആ മുഴകൾ ഇന്ന് അപ്രതീക്ഷമായി പോവുക. രോഗശക്തികൾ, ക്യാൻസറോ ട്യൂമറോ തലവേദനയോ കാൽവേദനയോ ഇനി കിഡ്നി വിഷയങ്ങളോ ഒന്നൊന്ന് യേശുവിൻ്റെ നാമത്തിൽ എന്താണോ നിങ്ങൾക്ക് കഴിയാത്തൊന്ന് ചെയ്ത് ആ വേദന നിങ്ങളുടെ ശരീരം വിട്ടൊഴിയുക. ആ വേദന നിങ്ങളുടെ ശരീരം വിട്ടൊഴിയുക. ആ വേദന നിങ്ങളുടെ ശരീരം വിട്ടൊഴിയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പോൾ ഇപ്പോൾ ഈ നിമിഷം തന്നെ ദിവ്യ ആരോഗ്യവും, ഓ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എനിക്കൊരു പേര് അതിങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. RUD എന്ന് പറയുന്ന അക്ഷരമാലയിൽ തുടങ്ങുന്ന ഒരു പേരിൻ്റെ ആദ്യമാണ് ഞാൻ കാണുന്നത്. എനിക്കത് റൂഡ് അങ്ങനെ എന്തോ എന്താ പറഞ്ഞാൽ RUD എന്നുള്ള ഒരു പേരാണ് കർത്താവ്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. RUD, ബാക്കി ഒരു പ്രശ്നം എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല ആ പേര്. അങ്ങനെ ഒരു പേരുകാരെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട് പറയുന്നു. ഇപ്പോൾ ഈ നിമിഷം കൽപ്പിക്കുന്നു, ഈ നിമിഷം വേദന വിട്ടുമാറിയവർ, ശരീരത്തിൽ അത് അനുഭവിക്കുവാൻ കഴിയുന്നവരെന്ന് ചെക്ക് ചെയ്ത് ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവിനാൽ ശരീരത്തിൻ്റെ മേൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം കൽപ്പിക്കുന്നപ്പാ, അങ്ങ് അത്ഭുത വിടുതലിനെ ചെയ്യുന്നതിന് നന്ദി, അത്ഭുത വിടുതലിനെ ചെയ്യുന്നതിന് നന്ദി. ഈ നിമിഷം തന്നെ ഈ ദിവസം കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട്, വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. അവർ തകർന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാവുന്നു. അവരുടെ ഭാരങ്ങൾ അവർ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ യേശു ജീവിക്കും. നിന്ദകൾ പരിഹാസങ്ങൾ മാറിപ്പോട്ടെ.
പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഞാൻ എന്നെ കർത്താവ് ജയന്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ഒരു മകളെ കർത്താവ് തൊടുന്നാട്ട് പറഞ്ഞ് ജയന്തി എന്ന് വിളിക്കുന്നത്, അങ്ങനെ ഒരു പേര് കർത്താവിനോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി ആ കുടുംബത്തെ ദൈവം വേർതിരിക്കുന്നു. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അത്ഭുത സാക്ഷ്യമാക്കി സ്വർഗം തീർക്കുന്നതിന് നന്ദി പറയുന്നു. അത്ഭുതകരമായ വിടുതൽ ദൈവം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ആരാത്? ജയന്തി എന്റെ അനുജത്തിയാ. പുള്ളിക്കാരത്തി ഒത്തിരി കഷ്ടത്തിലാ. ഞാൻ എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. 3 പെൺപിള്ളേരുണ്ട്. നേഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് വിദേശത്തൊക്കെ ഒന്നും നടക്കുന്നില്ല. പുള്ളിക്കാരത്തിക്കാണേലും നടുവേദന, യൂട്രസിന്റെ കംപ്ലൈന്റ്, ആകെപ്പാടെ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ. ഓ സിസ്റ്റർ, ഇന്ന് അവർക്ക് വേണ്ടി അവിടെ പോയി പ്രാർത്ഥിച്ചോണം. ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു. ആ മകള് സൗഖ്യമാകുകയും ചെയ്യും. തകർന്ന ആ ഭവനം പണിയപ്പെടുകയും ചെയ്യും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നപ്പോൾ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നപ്പോൾ ഈ നിമിഷം രോഗസൗഖ്യം ശരീരത്തിൽ പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ പറ്റിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വേദനയിൽ നിന്നും രോഗത്തിൽ നിന്നും മാറിയവരുണ്ടെങ്കിൽ അവർ മാത്രം നിങ്ങളൊന്നുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റി പറയാനുള്ള സമയമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം പറയാം. ആ സമയത്ത് ഞാനിന്ന് പെട്ടെന്ന് തന്നെ പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. പെട്ടെന്ന് അതുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ, ഉള്ളവരുണ്ടെങ്കിൽ. ഹലോ ബ്രദർ, ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്. പറഞ്ഞു സിസ്റ്ററെ. എന്റെ പേര് ജയന്തിയാണ്. ഏറ്റെടുത്ത സിസ്റ്ററെ, ആലോചന ഏറ്റെടുത്തോണം. കർത്താവ് അത് ചെയ്യുന്നുണ്ട്. മറ്റാരെങ്കിലും ഉണ്ട് ഇപ്പൊ ഈ സമയത്ത് രോഗസൗഖ്യത്തിന്റെ അകത്തുനിന്ന് വേദനയിൽ നിന്നോ മാറ്റമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് വയറിൽ യൂട്രസില് ചെറിയ പ്രോബ്ലം ഉണ്ട്. ഈ മാസം മുതൽ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. വേദന കുറവുണ്ട്, ബ്ലീഡിങ് കുറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും അത് പൂർണ്ണമാവാൻ കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ചപ്പം എനിക്ക് സൗഖ്യമായത്. ഞാൻ ഇന്നലെ കടയിൽ നിൽക്കുമായിരുന്നു, അപ്പം അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പം ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ചു. ഭയങ്കര നടുവേദനയായിരുന്നു. ഒത്തിരി നാളുകളായിട്ട് ഞാൻ സഹിക്കുന്നൊരു നടുവേദനയായിരുന്നു. അത് ഇന്നലെ കടയിൽ വെച്ചാണെങ്കിലും ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം അവിടെ വ്യാപരിച്ചു. ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. നന്ദി കർത്താവ്. എത്ര നാളുള്ള സിസ്റ്റർ ബുദ്ധിമുട്ടായിരുന്നത്? ഒത്തിരി വർഷങ്ങളായിട്ട്, 10 വർഷത്തിന് മേലെയായിരുന്നു അത്. ഓ സ്വോത്രം കർത്താവ്, അത് വലിയ അത്ഭുതമാണ്. 10 വർഷമായിട്ടുള്ള വേദനയായിരുന്നു. അത് കടയുന്നുകൊണ്ടാണ് വചനം കേട്ടത്. അവിടെ വെച്ച് കൈ അങ്ങ് വെച്ചു. കർത്താവ് അത് സൗഖ്യം കൊടുത്തു. കർത്താവ് അങ്ങ് വിടിവിച്ചതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷിയുണ്ട്. ഇപ്പോ എന്റെ 25 വർഷമായിട്ട് എന്റെ ഷോൾഡറിന്റെ ലെഫ്റ്റ് സൈഡില് എനിക്ക് വേദന, ചതവ് കിടപ്പുണ്ടായിരുന്നു, വലിയ ചതവ്. എന്നിട്ട് ഒത്തിരി വേദന എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ വേദന വിട്ടുപോയി. എത്ര വർഷം സിസ്റ്ററെ? 25 വർഷമായതാ. 25 വർഷമായിട്ടുള്ള കൈയുടെ ചതഞ്ഞു കിടക്കുന്ന വേദനയായിരുന്നല്ലേ? ഓ സ്വോത്രം, അത് വലിയ അത്ഭുതമാണ്. അത് സൗഖ്യമായല്ലേ? നിങ്ങൾ ഈ സാക്ഷ്യമൊക്കെ പറയുന്നവർക്ക് നേരിട്ട് വന്ന് സാക്ഷ്യം പറയാൻ അവസരമുണ്ട്. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്? നിങ്ങളുടെ ഈ സാക്ഷി കേൾക്കുമ്പോൾ 10, 15, 8, 20 വർഷമായിരിക്കും രോഗികളായിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ അവരുടെ അകത്തൊരു പ്രതീക്ഷ വരണം, യേശു എന്നെ സൗഖ്യം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നേരിട്ട് സാക്ഷ്യങ്ങൾ പറയാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി തന്നെ സമയങ്ങൾ വേർതിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സാക്ഷ്യമുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും കൊണ്ടുവരാം. അല്ലാതെയുള്ള അവസരങ്ങളുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ, ഇന്നലെ ബ്രദർ മീറ്റിംഗിൽ പറഞ്ഞൊരു ആലോചനയാ ബ്രദറെ. അപ്പൊ ഇന്നലെ എനിക്ക് കേറാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്നത് കേട്ടിട്ടാണ് ബ്രദറെ പറയുന്നത്. ബ്രദർ പറഞ്ഞായിരുന്നു ഒരു വീടിന്റെ സിറ്റ് ഔട്ടിലെ ചെടി തൂക്കിയിട്ടേക്കുന്ന വീട് ഇങ്ങനെ കാണിക്കുന്നു, അകത്തൊരു അമ്മച്ചി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നാ വീടിനെ എന്റെ വീടാ ബ്രദറെ, ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് വിടിവെക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ രോഗസൗഖ്യം? ബ്രദർ, ഞാൻ ബ്രദറിന്റെ ഈ കൂട്ടായ്മയിൽ കയറിയതിനു ശേഷം എനിക്ക് പറഞ്ഞു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടേ. പറഞ്ഞു സിസ്റ്ററെ. ഹലോ, പറഞ്ഞു. ഹലോ,
ആ പറഞ്ഞോ, സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ, പ്രൈസ് ലോഡ് ബ്രദറെ, പ്രൈസ് ലോഡ്. ഞാൻ ആ ഈ പ്രാർത്ഥന ബ്രദറിന്റെ ഈ ഇടയ്ക്ക് കേട്ട പ്രാർത്ഥന ഡിവൈൻ സ്ട്രെങ്തിനൊക്കെ ഉള്ള പ്രാർത്ഥന ഞാൻ ശക്തമായിട്ട് ബ്രദർ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വചനങ്ങളും കണ്ടിന്യൂസ് ഏറ്റെടുത്ത് ഡിക്ലെയർ ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഒത്തിരി നാളായിട്ട് എന്റെ മനസ്സിൽ എന്തോ ഡീപ്പ് ഇൻസൈഡ് ഒരു പെയിനും വേദനയും ഡ്യൂട്ടിയുടെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ടുമാണ് ഒരു ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഡിവൈൻ ഹീലിംഗും വന്നു, ഡിവൈൻ സ്ട്രെങ്തും കിട്ടി. ബ്രദറെ, ദൈവത്തിനും എല്ലാ മഹത്വവും ദൈവത്തിന്. ബ്രദറിന് നന്ദി പറയുന്നു ബ്രദറെ. ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ പോലെ തന്നെ ഡിവൈൻ ഹെൽത്ത് ലഭിച്ചതിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. പറഞ്ഞു ഞാനൊരു പറഞ്ഞു ഇന്നലെ പറഞ്ഞു എന്റെ ഒരു ബന്ധു ഓപ്പറേഷൻ ചെയ്തു ബാത്റൂമിൽ വീണ് എല്ലാം ഒടിഞ്ഞു പോയതായിരുന്നു. ഈ ഫീമറിന്റെ ഹെഡ് ഒടിഞ്ഞു പോയി. ഇന്നലെ രാവിലെ ഓപ്പറേഷൻ ചെയ്തു പുള്ളിക്കാരന് ICU കിടക്കുമായിരുന്നു. ഞാൻ ആ കാര്യം റീത്ത സിസ്റ്ററിനെ വിളിച്ച്, റീത്ത അല്ല അജിത സിസ്റ്ററെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളും അതിനു മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവരുടെ വീട്ടിലോട്ട് ഫോൺ കോൾ വന്നു. ആ സഹോദരൻ മിണ്ടുന്നുമില്ല, യാതൊരു അനക്കവും ഇല്ല, കണ്ണ് മേപ്പോട്ട് മിഴിച്ച് ഇങ്ങനെ കിടക്കും, അല്ലാണ്ട് കണ്ണും തുറക്കണില്ല, വിളിച്ചിട്ടും മിണ്ടണില്ല. ആ ബൈസ്റ്റാൻഡർ വിളിച്ചു. എന്നിട്ട് ഇവര് വീട്ടിൽ നിന്ന് ഓടിച്ചെന്ന് കഴിഞ്ഞ് ആ പുള്ളിയുടെ മരുമകൻ ചെന്ന് മാമാന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും റെസ്പോണ്ട് ചെയ്ത്. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഈ മിണ്ടത്തും ഇല്ലായിരുന്നല്ലോ, നിങ്ങളും ഒന്ന് വിളിച്ചപ്പം മിണ്ടിയില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അജിത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഉച്ചയായപ്പോഴത്തേനും പുള്ളി ഭക്ഷണമൊക്കെ കഴിച്ച് അത്രയ്ക്ക് ഒരു സൗഖ്യം വന്നെന്നുള്ളതാണ്. ആമേൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. ഇതേപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതേപോലെ രോഗക്കിടക്കിൽ കിടക്കുന്നവരൊക്കെ സൗഖ്യമായി എണീറ്റ് വരുവാൻ ഇടയായി തീരും. ആമേൻ. പറഞ്ഞു ബ്രദറെ, എന്തോ എന്റെ മോന് കിഡ്നിയുടെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. മോന് മുഖത്തും കാലിനും എല്ലാം നീരുണ്ട്. ഡയാലിസിനൊന്നും പോകാതെ മോനെല്ലാം സൗഖ്യമാക്കാനൊന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. തീർച്ചയായിട്ടും എസ്ര ഈ വചനം കേട്ടതുപോലെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും പറഞ്ഞ കർത്താവിൻ്റെ തിരുമുറിവിനാൽ പുതിയ കിഡ്നി വന്നിരിക്കുന്നു, ആ കിഡ്നിയുടെ മേൽ അത്ഭുതം നടന്നിരിക്കുന്നു തന്നെ പറഞ്ഞു നടന്നോണം. ഉറപ്പായിട്ടും അവിടെ വന്നിരിക്കും. പറഞ്ഞു ബ്രദർ, ബ്രദർ പറഞ്ഞു ബ്രദറെ എന്റെ മോനെ 3 ആഴ്ച മുമ്പിലെ മോനെ വേണ്ടി ജോലിക്ക് വേണ്ടിട്ട് ഇന്റർവ്യൂവിന് പോകുന്ന പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചു, എന്റെ മോനെ ദൈവം ഒരു നല്ല ജോലി കണ്ണൂര് മിംസില് നല്ലൊരു ജോലി ദൈവം കൊടുത്തു. അവിടെ മോനെ റൂം വേണം. ബ്രദർ പ്രത്യേകം പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാർക്കെങ്കിലും സാക്ഷിയുണ്ട്? അതിന് പെട്ടെന്ന് തന്നെ ഒന്ന് 2 ദിവസം പെട്ടെന്ന് പറഞ്ഞു. ഹലോ ബ്രദറെ. ബ്രദറെ, എൻ്റെ ഒരു സാക്ഷിയാണ്. 2 ആഴ്ചയായിട്ട് എനിക്ക് ഇടത്തെ മുട്ടിന്റെ അടിയിൽ നീരായിരുന്നു. കാലും മടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ ഞാനത് ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ തന്നെ എനിക്ക് ഓൺ ദി സ്പോട്ട് തന്നെ പൂർണ്ണ വിടുതൽ കിട്ടി. പക്ഷെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല, എല്ലാവരും പറയുന്നത് കൊണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പറയാം, ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും? ഹലോ പറഞ്ഞു. ബ്രദറെ, എനിക്ക് 23 വർഷമായിട്ട് തലയിൽ എണ്ണയൊന്നും തേക്കത്തില്ലായിരുന്നേ. തേച്ച് കഴിഞ്ഞ അപ്പൊ ഇങ്ങനെ ടോൺസിലും തൊണ്ടയ്ക്ക് പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പൊ ഈ വചനം കേട്ട് തുടങ്ങിയപ്പോ ഞാൻ കുറച്ച് എണ്ണ എടുത്ത് പ്രാർത്ഥിച്ചു, എന്റെ തലയിൽ തേച്ചു. അങ്ങനെ 3 ദിവസം ഞാൻ അടുപ്പിച്ച് എണ്ണയും തേച്ചു, താളി തേച്ച് തല കഴുകുകയൊക്കെ ചെയ്തു. ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇതുവരെയും. ആമേൻ. തീർച്ചയായിട്ടും ആമേൻ. തീർച്ചയായിട്ടും സാക്ഷ്യം കൂടി ഉണ്ട്. ഒരു വ്യക്തിക്ക് 20-25 വർഷമായിട്ട് കാലിങ്ങനെ പഴുത്ത് പൊട്ടി ഒഴുകുമായിരുന്നു. ആ വ്യക്തിക്ക് വേണ്ടി 4 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഇന്നലെ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നു. ആന്റി പറഞ്ഞത് തളർന്നു കിടന്ന രോഗിക്ക് പ്രാർത്ഥിച്ച് പലവട്ടം പ്രാർത്ഥിച്ചപ്പോ സൗഖ്യം കിട്ടിയെന്ന്. അപ്പൊ എനിക്ക് ഒന്നും കൂടി ധൈര്യം കിട്ടി. ഞാൻ എന്നിട്ട് ഇന്നും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ചെന്നു. അപ്പൊ ആ കാലിലെ പഴുപ്പെല്ലാം നിന്നു, കാല് നിലത്ത് കുത്തി നടക്കാറായി. ഇന്ന് കണ്ട് ഞങ്ങൾ സംസാരിച്ചു, വളരെ സന്തോഷമായി. അതിന് 20 വർഷം മേളിലായി എന്നാ പറഞ്ഞത് കാലിന് ഇങ്ങനെ പഴുപ്പ് തുടങ്ങിയിട്ട്. അപ്പൊ ഒത്തിരി വ്യത്യാസം വന്നു. ഇപ്പൊ വ്യത്യാസം, ആ പഴുപ്പ് നിന്നു, മുറിവുണങ്ങില്ല, പഴുപ്പ് ഒഴുകിക്കൊണ്ടിരുന്ന അത് നിന്നു. നിലത്ത് കാല് കുത്തി നീര് കുറഞ്ഞു 4 ദിവസം കൊണ്ട്.
സ്വതന്ത്രം. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. കാരണം വെച്ചാൽ ഒന്ന് സിസ്റ്ററുടെ ശരീരത്തിൻ്റെ മേൽ 20 വർഷമായിട്ടുള്ള ആ തലയിൽ എണ്ണ വെക്കാനോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ടോൺസിലിൻ്റെ ബുദ്ധിമുട്ട് വരും. അത് എന്ത് ചെയ്തു? സൗഖ്യം. അത് മാത്രമല്ല, ഇന്നലെ കേട്ട സാക്ഷ്യപ്രകാരം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ബലം കൊടുത്തു. അവിടെ പോയി പ്രാർത്ഥിച്ചു. ആ വ്രണത്തിൽ നിന്ന് പഴുപ്പ് വരുന്ന അവസ്ഥയായിരുന്നു 10-20 വർഷമായിട്ട്. പക്ഷേ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ പഴുപ്പ് വരുന്ന അനുഭവം നിന്നു. കർത്താവ് തൊട്ടു. പിന്നെയും പ്രാർത്ഥിക്കുക. അനേകരെ കർത്താവ് നിങ്ങളിലൂടെ എണീപ്പിക്കുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു. ഞാൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കറിയാം സാക്ഷ്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. നിങ്ങൾ കഴിവതും സാക്ഷ്യങ്ങളൊക്കെയും സഹോദരങ്ങൾക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് പിന്നെയും സാക്ഷ്യം കേൾക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, യൂട്യൂബിലാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്കതുണ്ട്